വി.ഡി. സതീശൻ പറഞ്ഞ വിസ്മയങ്ങളിൽ ഒന്ന് CPM-ന്റെ ചങ്ങലകൾ ഭേദിച്ച് കോൺഗ്രസിലേക്ക് എത്തിയിട്ടുണ്ട്. കൊട്ടാരക്കരയിലെ മുൻ MLA ഐഷ പോറ്റിയാണ് വി.ഡിയുടെ ക്ഷണം സ്വീകരിച്ചത് കോൺഗ്രസ് വേദിയിലേക്ക് എത്തിയത്, കോൺഗ്രസ് പാർട്ടിയിലേക്ക് എത്തിയത്. വി.ഡിക്കൊപ്പം ലോക്ഭവന് മുന്നിലെത്തിയ ഐഷ പോറ്റി എന്ന രാഷ്ട്രീയ പെൺപുലിയെ അത്ഭുതത്തോടെയും ആഹ്ലാദ ആരവങ്ങളോടെയുമാണ് അണികൾ സ്വീകരിച്ചത്. ഈ ഭരണസിലാകേന്ദ്രത്തിന് പഠിക്കണമെന്ന് ഞങ്ങളെന്ന് വിളിച്ചു പറയുന്നു. ആ കളി ഈ കളി തന്നെയാണോ എന്ന് അല്ലെങ്കിൽ ഭരണാധികാരികളെ ഒന്നുകിൽ ഡൽഹിയിലെ തമ്പുരാക്കന്മാർക്ക് പാവങ്ങളുടെ കൂലി കൊടുക്കാൻ അല്ലെങ്കിൽ രണ്ടുമില്ലാതെ ഈ പാവം തൊഴിലുറപ്പ് തൊഴിലാളികളെ പങ്കാറാമ ഇനി ആരും അങ്ങനെ കരുതണ്ട. ഈ ഭരണസിലാകേന്ദ്രത്തിന് ഇവിടെ കൂടിയിരിക്കുന്ന ഈ അമ്മമാരുടെയും സഹോദരിമാരുടെയും തെരഞ്ഞെടുപ്പിന് മുമ്പായി കേരളത്തിൽ വിസ്മയങ്ങൾ ഉണ്ടാകുമെന്നായിരുന്നു വി.ഡി. സതീശൻ അല്പം മുമ്പ് പ്രഖ്യാപിച്ചത്. LDF-ലും NDA-യിലുമുള്ള കക്ഷികളും നിഷ്പക്ഷമായ ആളുകളും UDF പ്ലാറ്റ്ഫോമിലേക്ക് വരുമെന്നും വി.ഡി. സതീശൻ വ്യക്തമായി പറഞ്ഞു. അത് ആരൊക്കെയാണെന്ന് ഇപ്പോൾ ചോദിക്കരുതെന്നും സമയമാകുമ്പോൾ മാധ്യമങ്ങളെ അറിയിക്കുമെന്ന് പറഞ്ഞതിന്റെ ഫസ്റ്റ് ഡോസാണ്. വിസ്മയം എന്നത് നേരത്തെ പറഞ്ഞാൽ വിസ്മയമാകുമോ എന്ന് സതീശൻ ചോദിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഐഷ പോറ്റി വന്നപ്പോൾ എല്ലാവർക്കും വിസ്മയമായത്. വിരലിൽ എണ്ണാം ദിവസം കാത്തിരുന്നാൽ ആ വിസ്മയം എന്തെന്ന് ഇനി മനസ്സിലാകുമെന്ന് സതീശൻ വീണ്ടും പറയുന്നുണ്ട്. പിന്നെ കേരള കോൺഗ്രസ് മുന്നണി വിട്ടു പോകുമെന്നൊക്കെ, ഇടതു മുന്നണി വിട്ട് UDF-ലേക്ക് ചേക്കേറുമെന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. അതിൽ വി.ഡി. സതീശൻ പറയുന്നത് അവരിപ്പോഴും ഇടതു മുന്നണിയിലെ ഒരു ഘടക കക്ഷിയാണ്. ആ ഘടക കക്ഷിയുടെ വിശ്വാസ്യത ഇല്ലാതാക്കുന്ന ഒരു പരാമർശവും പ്രവൃത്തിയും UDF-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല, ഉണ്ടാകരുതെന്നാണ് തന്റെ നിലപാട്. അങ്ങനെ വരുമ്പോൾ ശേഷം ചിന്തനീയം. ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് എന്ന പാർട്ടി മൊത്തത്തിൽ UDF-ലേക്ക് വരുമോ, അതോ മന്ത്രി റോഷി അഗസ്റ്റിനും 2-3 MLA-മാരും UDF-ലേക്ക് എത്തും? എന്തായാലും കഴിഞ്ഞ ദിവസം റോഷി അഗസ്റ്റിൻ മുഖ്യമന്ത്രിക്കൊപ്പം രക്തസാക്ഷി മണ്ഡപത്തിലെ സത്യാഗ്രഹ പന്തലിലുള്ള ചിത്രങ്ങൾ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. റോഷി താനും മുഖ്യമന്ത്രി നിൽക്കുന്ന ചിത്രങ്ങൾ പങ്കുവച്ചു എന്നതിനപ്പുറം രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്ന അതിലെ മറ്റൊരു വശം ജോസ് കെ മാണി ഇല്ലാത്ത ഇടതു മുന്നണിയിലെ ഒരു ചിത്രമാണ്. അതെ, ജോസ് കെ മാണി 2 തവണ LDF യോഗത്തിൽ പങ്കെടുത്തില്ല. ഇക്കുറി ഈ മുഖ്യമന്ത്രി വിളിച്ച LDF-ന്റെ രക്തസാക്ഷി മണ്ഡലത്തിന് മുന്നിലെ കേന്ദ്ര സർക്കാരിനെതിരായ ആ സത്യാഗ്രഹത്തിലും പങ്കെടുത്തു.
അപ്പോൾ ജോസ് കെ മാണിയും കൂട്ടരും എപ്പോഴാണ് വരുന്നത്? അവർ വന്നു കഴിഞ്ഞാൽ പി ജെ ജോസഫ് വിഭാഗത്തിന് ക്ഷീണമാകുമോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ അവശേഷിക്കുന്നുണ്ട്. ഇതിനെയാണ് വി ഡി സതീശൻ വിസ്മയം എന്ന 3 അക്ഷരം കൊണ്ട് പറഞ്ഞു നിർത്തിയത്. വിസ്മയം എന്നാൽ അത് വിസ്മയം തന്നെയാണ്. ആരൊക്കെ യു ഡി എഫിലേക്ക് വരുമെന്നല്ല, യു ഡി എഫ് എന്ന പ്ലാറ്റ്ഫോമിലേക്ക് വരുമെന്നാണ് നിങ്ങൾ കാത്തിരുന്ന് കാണുക എന്നാണ് സതീശൻ പറയുന്നത്. യു ഡി എഫിനെ ഒരു പ്ലാറ്റ്ഫോമാക്കി പ്രതിപക്ഷ നേതാവ് മാറ്റിയിരിക്കുന്നു. ഗെയിം ചേഞ്ചർ വി ഡി സതീശൻ, ദ ലീഡർ, അങ്ങനെ തന്നെ വിളിക്കണം. കാരണം ഒരിടക്കാലത്തിന് ശേഷം കോൺഗ്രസിന് ഇതാ നട്ടലുള്ള ശക്തിയുള്ള ഒരു നേതാവ് കിട്ടിയിരിക്കും എന്ന് വേണമെങ്കിലും പറയാം. പക്ഷേ വി ഡി സതീശന്റെ നേതൃപാടവം രമേശ് ചെന്നിത്തലയ്ക്ക് ഇല്ല എന്നല്ല, അത് അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന് ഇല്ല എന്നല്ല. പക്ഷേ പ്രതിപക്ഷ നേതാവ് എന്ന ക്യാബിനറ്റ് പദവിയിൽ ഇരുന്നു കൊണ്ട് യു ഡി എഫിനെ ഒന്നടങ്കം ആവേശം നൽകി, ഊർജം നൽകി, വികാരം നൽകി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള നേതാവാണ് താനെന്ന് വി ഡി സതീശൻ ഇതാ വീണ്ടും തെളിയിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വലിയ ഐതിഹാസികമായ ഈ സമരപന്തലിൽ മറ്റൊരു വിസ്മയം കൂടി ഉണ്ടായിരിക്കും. ദീർഘകാലം CPM-ന്റെ MLA, മുതിർന്ന CPM നേതാവുമായ ശ്രീമതി ഐഷ പൊന്നൂർ. ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പുറത്തുള്ളപ്പോഴും ഞങ്ങളുടെ എല്ലാവരുടെയും മൂത്ത സഹോദരിയെ പോലെ എല്ലാവരോടും പെരുമാറിയിരുന്ന ഒരാളായിരുന്നു ശ്രീമതി ഐഷ പൊന്നൂർ. അപ്പുറത്ത് നിൽക്കുമ്പോഴും ഞങ്ങളുടെ എല്ലാ മനസ്സുകളിൽ ആദരവുണ്ടാക്കിയ വ്യക്തിത്വമായിരുന്നു ശ്രീമതി ഐഷ പൊന്നൂർ. അവരെടുത്ത വലിയൊരു തീരുമാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമാകുക എന്നുള്ളത്. അവരെ കോൺഗ്രസിന്റെ ഈ വലിയ തറവാട്ടിലേക്ക്, ഈ കുടുംബത്തിലേക്ക് ഞങ്ങൾ എല്ലാവരും ചേർന്ന് കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായും ഇതൊരു സന്തോഷകരമായ ഒരു മുഹൂർത്തം തന്നെയാണ്. കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് ശ്രീമതി ഐഷ പൊന്നൂരിക്ക് നൽകിയാണ്